ഡോക്ടർ എസ് എസ് ലാൽ. ഡോക്ടർ എസ് എസ് ലാൽ, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ അടക്കം വിദഗ്ധ സമിതി അടക്കം നൽകുന്ന ആശ്വാസവചനങ്ങളെ പരിഹാസം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? നോക്കൂ, ഹർഷനയുടെ കാര്യത്തിൽ തന്നെ അവരനുഭവിച്ച വേദനയ്ക്ക് ആര് പരിഹാരം പറയും എന്നുള്ളതൊരു ചോദ്യമാണ്. ഈ 10-26 വയസ്സിൽ ഒരു ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തിൽ പോയി, ഒരു സ്ഥാപനത്തിൽ പോയി, അവിടെ നിന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് നേരിടേണ്ടി വന്ന പിഴവിൻ്റെ ഫലം ശരീരത്തിൽ പേറുന്ന ഒരു സ്ത്രീയോട് അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്ന് സമാശ്വസിപ്പിക്കാൻ കഴിയുന്ന സംവിധാനത്തിൻ്റെ ഒരു ലക്ഷ്യബോധമില്ലായ്മ, ഉത്തരവാദിത്തമില്ലായ്മയ്ക്ക് ആരാണ് മറുപടി പറയുക? അത് നമ്മളിപ്പോ ഇത്തരം ചർച്ചകളിൽ ഒരു പക്ഷം പിടിക്കാൻ ശ്രമിക്കാറില്ല. പക്ഷം പിടിക്കാതെ ആരോഗ്യ കാര്യങ്ങൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ സുമയ്യയുടെയും നമ്മുടെ ഹർഷിനിയുടെയും പക്ഷം പിടിച്ചേ പറ്റൂ. കാരണം അവർ സുമയ്യയുടെ ബന്ധു സബ്ബീർ പറയുന്നതും ഹർഷന പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഡോക്ടർ നിലയ്ക്കല്ല കാണും, ഞാനൊരു സാധാരണ മനുഷ്യൻ നിലയ്ക്കാണ്. കാരണം ഇത് എൻ്റെ വീട്ടിലൊരു കുടുംബാംഗത്തിന് പറ്റിയാൽ ഞാൻ എങ്ങനെയായിരിക്കും ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ എനിക്ക് പറ്റിയാൽ ആ ഒരു വശത്ത് തന്നെ കാണും. പിന്നെ ഇതുവരെ വന്നത് സർക്കാർ ആശുപത്രിയിലാണ്. ഇപ്പോൾ ഹർഷന പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഡോക്ടർമാർ, ഏറ്റവും നല്ല സംവിധാനവും ഉള്ള സ്ഥലമെന്ന് പറഞ്ഞിട്ടാണ് അവർ സർക്കാർ ആശുപത്രി വരുന്നത്. മിക്കവാറും സർക്കാർ ആശുപത്രി വരുന്നതെല്ലാം അധികം പണം കയ്യില്ലാത്തവരുമായിരിക്കാം, സ്വകാര്യ ആശുപത്രിയിൽ പോയി ലക്ഷങ്ങൾ മുടക്കാൻ പറ്റാത്തവരുമായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച് വന്ന അവരുടെ മുന്നിൽ മെഡിക്കൽ സയൻസിൻ്റെ പ്രയോഗത്തിൽ പരാജയമുണ്ടായാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർക്കതുണ്ട്. എനിക്കും ക്ഷമയോഹിക്കണമെന്നുണ്ട് അവരോട്. കാരണം എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റും. അപകടങ്ങൾ സംഭവിക്കാം, വിമാനത്തിൽ പോലും അപകടങ്ങൾ സംഭവിക്കും, കൃത്യമായി കമ്പ്യൂട്ടർ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ ചികിത്സയുടെ കാര്യത്തിലും ചില അപകടങ്ങൾ സംഭവിക്കാം, അബദ്ധങ്ങൾ സംഭവിക്കാം. പക്ഷെ അത് ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പോൾ ഡോക്ടർമാർക്കെതിരെയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് അത് പോവുക തന്നെ വേണം. അത് ന്യായീകരിക്കാവുന്നതല്ല. പക്ഷെ ഇവിടെ അറിയേണ്ട ഒരു വശമുണ്ട്. ഞാൻ ഏറ്റവും വികസനം കുറഞ്ഞ രാജ്യത്ത് ജീവിച്ചിട്ടുണ്ട്, ഏറ്റവും അവികസിത രാജ്യത്ത് ജീവിച്ചിട്ടുണ്ട്, ഏറ്റവും വികസിച്ച നാടുകളിലും ജീവിച്ചിട്ടുണ്ട്. അവിടുത്തെ ആശുപത്രികളിൽ പോയിട്ടുണ്ട്, അവിടുത്തെ പ്രൊസീജിയേഴ്സ് കണ്ടിട്ടുണ്ട്. നമുക്ക് പറ്റിപ്പോകുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോട്ടോക്കോൾ അനുസരിച്ചല്ല പലപ്പോഴും കാര്യങ്ങൾ പോകും. അപ്പോൾ ഒരു ശസ്ത്രക്രിയയുടെ പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. ഈ ഉപകരണം വെച്ച ആള് വെച്ചതിൻ്റെ കാര്യവും പിന്നെ അത് ഊരിയതിൻ്റെ കാര്യമൊക്കെ പറയുകയും പരസ്പരം പറയുകയൊക്കെ ചെയ്യണം, അനൗൺസ് ചെയ്യണം. അപ്പൊ രോഗിയുടെ പേര്, രോഗിയുടെ അവയവം, ഏതവയവം, ഇതൊക്കെ എല്ലാം കൂടെ നമുക്ക് അതിശയം തോന്നും. എന്തിനാ ഇവർ പറയുന്നത്? കൃത്യമായി പറയുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മയക്കുന്നതിന് മുമ്പ് രോഗിയോടും കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ പ്രോട്ടോക്കോൾ നമുക്ക് പിഴവുകളുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ ആ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായി വികസിക്കാത്തതുകൊണ്ടാണ്. ഏറ്റവും നല്ല ഡോക്ടർമാരും നഴ്സുമാരും മറ്റാരോഗ്യ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് ഏറ്റവും വലിയ വിലയുമാണ്. പക്ഷെ ഇവിടെ നമുക്ക് പറ്റിപ്പോകുന്ന പ്രോട്ടോക്കോൾ ഇല്ലായ്മയുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ കൈപ്പുണ്യമുള്ള ഡോക്ടർ, നല്ല ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. എല്ലാവരും അന്തർദേശീയ തലത്തിൽ ഒരേ മെഡിക്കൽ സയൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്യാൻസറുമായി ബന്ധപ്പെട്ട് എന്നെ പലരും വിളിക്കുമ്പോൾ അമേരിക്കയിൽ ചികിത്സ വേണമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിപ്പിക്കാറുണ്ട്. അവർ പറയും അമേരിക്കയിൽ കിട്ടുന്ന അതേ ചികിത്സയാണ് കേരളത്തിലും കിട്ടുന്നത്, നിങ്ങൾ പണം മുടക്കി ഇവിടെ വരേണ്ട കാര്യമില്ല. പക്ഷേ ഈ പ്രോട്ടോക്കോളിനകത്ത് പ്രശ്നമുണ്ട്. ഡോക്ടർ, അതിനേക്കാളേറെ പേടിപ്പിക്കുന്നതും അതിനേക്കാളേറെ നിരാശ തോന്നുന്നതുമായ ഒരു കാര്യം, ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് മൂടി വെക്കാൻ പാടുണ്ടോ? അത് അവനവൻ പ്രാക്ടീസ് ചെയ്യുന്ന പ്രൊഫഷനോട് കാണിക്കുന്ന, മനുഷ്യന്റെ ജീവനോടും ആരോഗ്യത്തോടും കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ കൂടിയല്ലേ? അവിടേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പൊ പ്രോട്ടോകോൾ ലംഘനത്തിന്റെ ഭാഗമാണ് അതും കൂടി. രോഗി അറിയാൻ ബാധ്യസ്ഥയാണ് ചികിത്സയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ പറഞ്ഞ പ്രോട്ടോകോൾ പോലും പാലിക്കാൻ പറ്റാതെ വരുന്നത് ഈ ആശുപത്രികളെ തിരക്ക് കാരണം. എനിക്ക് അതിശയമാണ്. ഞാൻ അടുത്ത ദിവസങ്ങളിലും മെഡിക്കൽ കോളേജ് കാർഡിയോളജിയിൽ 2-3 ഡോക്ടർമാർ ചേർന്ന് 700 പേരെ നോക്കുമെന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. എങ്ങനെ മനുഷ്യർക്ക് സാധിക്കും? പക്ഷെ അത് നടക്കുകയാണ് അവിടെ. തിരുവനന്തപുരം ജനറൽ ആശുപത്രി മാധവന്ന് പോയി നോക്കണം. പലയിടവും ഈ കച്ചവടം കഴിഞ്ഞ് അവശിഷ്ടങ്ങൾ അവശേഷിക്കുന്ന കമ്പോളം പോലെ പലയിടവും കിടക്കാറുണ്ട്. അപ്പോൾ ഈ ഭൗതിക സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിലും അത് തന്നെയാണ് അവസ്ഥ. അവിടെയാണ് സർക്കാരിന് ഉത്തരവാദിത്തം. അത് ഏത് പാർട്ടി എന്നുള്ളതിൻ്റെ അല്ല, ഗവൺമെന്റിന് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ലയബിലിറ്റി അവസാനം ഗവൺമെന്റാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായ ഡോക്ടർക്കൊരു തകരാറ് പറ്റിയാൽ അതിന് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുണ്ട്. അത് ഞാൻ വളരെ ശ്രദ്ധയോടെ പറയുന്നൊരു കാര്യമാണ്. അവാർഡ് വാങ്ങിക്കാൻ നമ്മുടെ മന്ത്രിമാർ പോകും. പക്ഷേ ഇതുപോലത്തെ പ്രശ്നം വരുമ്പോൾ അതുപോയി DHSനോട് ചോദിക്കുക, ആരോഗ്യ ഡയറക്ടറോട് ചോദിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അതിൻ്റെ ഉത്തരവാദിത്വവും ആരോഗ്യമന്ത്രിക്കാണ്. അവാർഡ് വാങ്ങാൻ ആരോഗ്യമന്ത്രിമാർ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കണം. ഈ മനുഷ്യരോട് ഇവർക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം. അത് കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞാൽ ശരിയല്ല, അത് ഒളിച്ചു വെച്ച തെറ്റാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാവരും
അടുത്ത കാലത്ത് കേരളത്തിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നറിയാം. ഒരു ഡോക്ടർക്കും തുറന്നൊരു കാര്യം പറയാൻ കഴിയില്ല. ഇത് സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യം ഇടപെട്ടാണ് ഇത് ഈ വാർത്ത മൂടി വെച്ചെന്ന് എനിക്ക് സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അത് തെറ്റോ ശരിയോ നിലയിൽ കടക്കുന്നില്ല. അത് പാടില്ല. ആശുപത്രികൾ പ്രശ്നമുണ്ടായാൽ അത് തിരുത്തുകയും അത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമാകുന്നത്, ആരോഗ്യ വകുപ്പാകുന്നത്. അതിനകത്ത് വന്നിട്ടുണ്ട്.